1/3-നും 1/2-നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് 1/3-നും 1/2-നും ഇടയിൽ വരുന്നത് ഇതിലത്തെ ഏതാണെന്ന് നോക്കണം. ഈ 1/3 നമുക്ക് ഹരിച്ചെഴുതുമ്പോൾ 1-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1-ൽ 3 പോവില്ല, 0 ഇട്ടു. എന്നിട്ട് 1-ൻ്റെ കൂടെ 0 ചേർത്ത് 10 ആക്കി. ആ 0 ചേർക്കുമ്പോൾ പോയിൻ്റ് ഇട്ടു. 10-ൽ 3 9. അവിടെ 1 ശിഷ്ടം വരും. ആ 1-ൻ്റെ കൂടെ 0 ചേർക്കുമ്പോൾ വീണ്ടും 3 9. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ 0.3 3 3 എക്സെട്ര ഇതിനെ ചുരുക്കി 0.3 എന്ന് എഴുതാം. അപ്പോൾ ഒരറ്റം നമുക്ക് കിട്ടിയത്രേ 0.3. ഇനി മറ്റേ അറ്റം നോക്കുക 1/2. അത് നമുക്കറിയാം 1/2 നമ്മൾ അര 0.5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1/3-ൻ്റെയും 1/2-ൻ്റെയും ഇടയ്ക്ക്, അതായത് 0.3-ൻ്റെയും 0.5-ൻ്റെയും ഇതിന് രണ്ടിൻ്റെയും ഇടയ്ക്കുള്ളത് ഇതിലത്തെ ഏതാണെന്ന് നോക്കണം. അപ്പോൾ ഇനി ഈ ബ്രാക്കറ്റിലുള്ള ഓപ്ഷൻസ് ഇല്ല, ഇത് ഓരോന്ന് ഹരിച്ചു നോക്കുക. ഈ 12/15 നമുക്ക് 3 കൊണ്ട് പിടിച്ചു ചുരുക്കുക. 4 3 12, 3 15. ഇനി നമുക്ക് 4-നെ 5 കൊണ്ട് ഹരിക്കാം. 4-ൽ 5 പോവില്ല, 0 ഇട്ടു. 4-ൻ്റെ കൂടെ 0 ചേർത്തു, പോയിൻ്റ് ഇട്ടു. 40-ൽ 8 5 40. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടി 0.8. അത് ഇതിൻ്റെ ഇടയ്ക്കല്ലല്ലോ വരിക. 0.3-ൻ്റെയും 0.5-ൻ്റെയും ഇടയ്ക്കല്ല 0.8. ഈ 0.5-ൻ്റെ അപ്പുറത്തേക്ക് വരും. അടുത്തത് 5/6 അവിടെ ചെയ്തിരിക്കണത്. 2/3 ചെയ്യണം കേട്ടോ. 5/6 ചെയ്തു ആദ്യം. 5-ൽ പോവില്ല, 6 0 ഇട്ടു. 5-ൻ്റെ കൂടെ 0 ചേർത്തു, അപ്പോൾ പോയിൻ്റ് ഇട്ടു. 50-ൽ 8 48. നമുക്ക് അവിടെ നിന്ന് ഹരിക്കണം എന്നില്ല, കാരണം 0.8 അത് ഇതിൻ്റെ ഇടയ്ക്കല്ല വരുന്നത്. ഇനി നമ്മൾ ഈ വിട്ട 2/3 നോക്കുക. 2/3 2-ൽ 3 പോവില്ല, 0 ഇട്ടു. 2-ൻ്റെ കൂടെ 0 ചേർത്തു. 20-ൽ അപ്പോൾ പോയിൻ്റ് ഇട്ടു. 20-ൽ 6 3 18 6 അങ്ങനെ പോവും. 0.666. ഇതിനെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 0.7 എന്ന് എഴുതാം അല്ലേ? കാരണം 5 5-ൽ കൂടുതലോ വന്നാൽ നമുക്ക് ഇപ്പുറത്ത് 1 കൂട്ടാം, പഠിച്ചിട്ടുണ്ട്. 5 5-ൽ കൂടുതലോ വന്നാൽ 1 കൂട്ടാം. 5-ൽ കുറവാണെങ്കിൽ അത് വിട്ടുകളയാം. അപ്പോൾ ഇത് വേണമെങ്കിൽ 0.7. പക്ഷെ അതൊന്നും ഉത്തരത്തിന് ബാധിക്കുന്നില്ല, കാരണം 0.7 പറയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അവസാനത്തെ എനിക്ക് ഉത്തരം ഹരിച്ചു നോക്കാം. 5/12. 5-ൽ പോവില്ല, 12 0 ഇട്ടു. 5-ൻ്റെ കൂടെ 0 ചേർത്തു, പോയിൻ്റ് ഇട്ടു. 50-ൽ 12 4 12 48. 0.4 അങ്ങനെ ഹരിക്കുമ്പോൾ 1 എന്നൊക്കെ വരും. നമ്മളത് ചെയ്യണമെന്നില്ല. എന്ത് കിട്ടി? 0.4. അത് ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഉത്തരം എന്താ? 5/12.